കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ ഒരിക്കലും എന്നെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഇന്നേ വരെ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ മാത്രം അമ്മയുടെ മനസ്സിൽ എന്താന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. കുറച്ചു ദിവസമായി അമ്മ ഈ മൗനം തുടങ്ങിയിട്ട്. എന്തൊക്കെയോ ഉള്ളിൽ വെച്ചോണ്ടാ അമ്മ മുന്നോട്ട് പോകുന്നത്. ചാരുവിന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു കേട്ടിടത്തോളം ഒരിക്കലും ഇതുപോലൊരു മരുമകളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഇവിടെ എന്ത് മറുമായ നടന്നിട്ടുള്ളത്? ഇനി തന്ന സ്ത്രീധനം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥയുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് ജയേട്ടന്റെ കാര്യത്തില് ചെറുപ്രായത്തിൽ തന്നെ ജയേട്ടൻ സെറ്റിൽഡ് ആയതാ. എന്ന് മാത്രല്ല, അവര് തന്ന സ്വർണവും പണമൊന്നും അവിടെ ആരും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ പേരില് അവളെ അവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഇപ്പൊ കേട്ടത് ഇരുട്ടത്ത് കിട്ടിയ ഒരു അടിയായി പോയി. അത്രയ്ക്ക് അഹങ്കാരികളാ അവളും അവളുടെ അമ്മയും അനിയത്തിയൊക്കെ. ഒരു സംശയം, ചാരുവിന്റെ അമ്മയുടെ സ്വഭാവം വെച്ചിട്ട് അവളെ തട്ടിക്കളയാനായിരിക്കോ കൂട്ടിക്കൊണ്ടുവന്നത്? എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. അമ്മയെ അതുപോലെയാ അവളും എന്റെ ഏട്ടനും കൂടി പറ്റിച്ചിരിക്കുന്നത്. അതിന് അവൾക്ക് അമ്മ മരണശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട. എന്നാൽ അമ്മയെ വീണ്ടും ജയിലിലേക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല കാർത്തി. മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ചാരു അമ്മയെ ഒന്ന് ഉപദേശിക്കണം. ഒറ്റയടിക്ക് അവളെ കൊല്ലാതെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ട് അവൾ അവളുടെ വീട്ടിൽ പറഞ്ഞു വിടാൻ പറയണം. എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. എന്തായാലും അമ്മ ഉടനെ അമ്മയുടെ മനസ്സിൽ എന്താന്ന് എന്നോട് പറയാതിരിക്കില്ല. കുറച്ച് പെശക പ്രശ്നക്കാരന് ഒന്നും പറയണ്ട. അന്ന് കല്യാണത്തിന്റെ അന്ന് പാർട്ടിയും കൊണ്ടുവന്നത് ഇയാളല്ലേ? അതെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയാ ബുള്ളറ്റ് ജഗൻ. അവളുടെ ആളാ. അറിയോ കൊച്ചെന്നെ? കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ കണ്ടെന്നോർത്ത് വിഷമിക്കണ്ട. നിന്റെ ആങ്ങളുടെ കല്യാണത്തിനന്ന് നമ്മൾ തമ്മിൽ കണ്ടായിരുന്നു. ഒരാളെ ഒരിക്കൽ കണ്ടാ പിന്നെ ആ മുഖം അവര് മറന്നാലും ഞാൻ മറക്കില്ല. എന്താടാ ഈ കൊച്ചുമായിട്ട് നിനക്കൊരു ഏർപ്പാട്? ഒന്നുമില്ല, പരിചയമുണ്ട്. കണ്ടപ്പോ ഒന്ന് സംസാരിച്ചത് അത്രേ ഉള്ളോ? അങ്ങനെ അല്ലല്ലോ പറഞ്ഞു കേൾക്കുന്നത്. നീ മറ്റെന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കൊച്ചിനെ കാണുന്നതെന്നാണല്ലോ എനിക്കറിയാൻ കഴിഞ്ഞത്. നിനക്ക് കിട്ടിയൊന്നും പോരാടാ. ഞാൻ നിങ്ങളോടൊന്നും ഒരു വഴക്കിനും വരുന്നില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്റെ പഴയ സ്വഭാവമൊക്കെ മാറ്റി ഞാൻ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. കേട്ടല്ലോ പറഞ്ഞത്. ഇവന്റെ പഴയ സ്വഭാവം ഉണ്ടല്ലോ, അത് വളരെ മോശമാണ്. അതുകൊണ്ട് ഇവൻ പറയുന്നൊക്കെ കേട്ടിട്ട് കൊച്ചിവന്റെ വലയിൽ വീഴരുത്. ഇവൻ പെണ്ണാലോചിച്ച് ജയലാലിന്റെ വീട്ടിൽ കറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ. എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഞാനാ. അതില് പുറത്തുനിന്ന് ഒരാൾ ഇടപെടണ്ട. അപ്പോ നീയായിട്ട് തന്നെ നിന്റെ ജീവിതം തുലയ്ക്കല്ലേ? അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നിനക്ക് പറ്റിയ ആള് തന്നെ. ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിച്ച് നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്കതൊക്കെ പറ്റുവാടാ. നിന്റെ അച്ഛൻ സദാനന്ദൻ ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു. അയാൾക്കിപ്പോ ഒരു കുടുംബമുണ്ട്. പിന്നെ നിന്നെ പോലെ കൊള്ളരുതാത്തൊരു മോനുമുണ്ട്. എന്നിട്ടും അയാൾ അയാളുടെ സ്വഭാവം മാറ്റിയോ? ഞാൻ പൊക്കോട്ടെ ജഗ. നമ്മൾ തമ്മിൽ ഇനിയൊരു മത്സരത്തിന്റെ കാര്യമില്ല. മത്സരിച്ചാ നീ തോക്കുമെന്ന് നിനക്ക് ഉറപ്പായി. എങ്കിലും അവസരം കിട്ടിയാ നീ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം.
ഒരു കാര്യം ഞാൻ പറയുക, ജയലാലിന്റെ വീട്ടിൽ ഇപ്പൊ ഒരു പാവപ്പെട്ട കൊച്ചുണ്ട്. അവൾക്കൊരു പോറല് പോലും പറ്റരുത്. അതിനുവേണ്ടി നീ ആ വീട്ടിൽ നിന്ന് പെണ്ണെടുക്കരുത്. ജയലാൽ ഒരിക്കലും നിന്നെ പോലൊരു തല്ലിപ്പൊളിക്കൊപ്പം അയാളുടെ പെങ്ങളെ കല്യാണം കഴിച്ചു വിടില്ല. എങ്കിലും ആ പോയ കൊച്ചിനെയും അവളുടെ അമ്മയും സ്വാധീനിച്ചിട്ട് നീ അവിടെ കടന്നുകൂടാൻ എങ്ങാനും ശ്രമിച്ചാൽ നിനക്കത് ദോഷം ചെയ്യും. അത്ര എനിക്ക് പറയാനുള്ളൂ. വാടാ. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ കെട്ടൂടാ. എന്നിട്ട് അവളുടെ വീട്ടിൽ മരുമോളായി ചെന്നവളെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടും. എന്താച്ചാ ഒരു കണക്ക് കൂട്ടല്? ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കിടയിൽ പലിശ തരാനുള്ളവന്മാരൊക്കെ രക്ഷപ്പെട്ടിരിക്കുക. പലതും കുടിശ്ശികയായി കിടക്കുക. മിക്കവാറും അവന്മാരുടെ വീട്ടിലേക്കൊന്ന് ചെല്ലേണ്ടി വരും. പണത്തിന്റെ കാര്യങ്ങളൊക്കെ തലേന്ന് പോയച്ച ഇപ്പോ മറ്റു ചിലതിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണല്ലോ. ഞങ്ങൾ തമ്മിൽ ഇന്ന് കണ്ടിരുന്നു, ഞാനും ആ ചാരുവും. ആഹാ, എന്നിട്ട് അവളവിടെ തിരിച്ചെത്തിയച്ച ആ ഭാഗ്യത്തിന്റെ മോള്. ദീപയോ? അതെ. ജയിലിൽ നിന്ന് അമ്മായിയമ്മ ഇറങ്ങിയതുകൊണ്ട് അവളിനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്നാ ആ അമ്മായിയമ്മ തന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ചാരു എല്ലാം വിശദമായിട്ട് പറഞ്ഞു. അവളുടെ അമ്മയുടെ സ്വഭാവം അവൾക്ക് പോലും ഇപ്പൊ പിടികിട്ടുന്നില്ല എന്ന്. അല്ല, ഇത് നമുക്ക് വലിയൊരു തിരിച്ചടിയാണല്ലോ. ഇതിന് പിന്നില് ജഗന്റെ കൈ ഉണ്ടാവോ? അവൻ അവരെ വിരട്ടിയതായിരിക്കോ? ആര് വിരട്ടിയാലും വിരളുന്ന ഇനോ അല്ല ജയലാലിന്റെ അമ്മയെന്നാ വക്കീൽ എന്നോട് പറഞ്ഞത്. ഞാനും ചാരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ജഗൻ വന്നിരുന്നു. പുതിയ ഗൂഢാലോചനയൊന്നും വേണ്ടെന്ന അവന്റെ മുന്നറിയിപ്പ്. ചാരു പോയപ്പോ ആ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കണ്ടെന്നും പറഞ്ഞു. അവനെ കൊത്തിയറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്റെ കൂടെയുള്ളവർക്ക് ഇപ്പോഴെന്നോട് വലിയ മതിപ്പൊന്നുമില്ല. ജഗന്റെ കൈകൊണ്ട് ചാവേണ്ടി വരുമെന്ന് അവന്മാർക്ക് നല്ല പേടിയുണ്ട്. ഞാൻ ആ ജഗനെ കാണുമ്പോ ഇപ്പൊ കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുള്ളില് ഭയമുള്ളതുകൊണ്ട് തന്നെയാ. കഴിഞ്ഞു പോയതൊക്കെ ഓർക്കുമ്പോ ഒന്നത്തെ പോലെ ഇനി ഒരു ആക്സിഡന്റ് കൂടി പ്ലാൻ ചെയ്യേണ്ടി വരും. എടാ, ഇതുപോലെ ഉള്ളവന്മാരെ ഒരിക്കൽ കൈ കിട്ടിയാ അതോടെ തീർക്കണം. എടാ, അന്ന് ജീപ്പ് തട്ടി അവൻ റോഡ് അരികെ കിടന്നപ്പോ നീ പോയി ശ്വാസം ഉണ്ടോന്ന് നോക്കണമായിരുന്നു. ആ സമയത്ത് വീണ്ടും അവന്റെ ദേഹത്തൂടെ ജീപ്പ് കയറ്റി ഇറക്കണമായിരുന്നു. 150 കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ടാ ജീപ്പ് പിടിച്ചത്. പിന്നെ അവൻ ജീവിച്ചിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? അതിനുശേഷം നിനക്ക് ചാൻസ് ഇല്ലായിരുന്നോ കൊല്ലാൻ? ഇനിയിപ്പം നടന്നതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ഇപ്പോഴെന്റെ മനസ്സ് നിറയെ ചാരുലതയാ. അവളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരണം. അല്ല, അവക്കിപ്പം നിന്നോട് എങ്ങനെയാ? ദേഷ്യമൊന്നുമില്ല. അവളുടെ ദേഷ്യം അത്രയും ഇപ്പം ഭാഗ്യത്തിന്റെ മോളോടാ. അവളെ തകർക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ പോലും ചാരുവിന് എതിർപ്പില്ലെന്നാ അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അല്ലടാ, ഇനിയിപ്പോ ഒന്നിച്ചു പോയാൽ കല്യാണം ആലോചിച്ചാലോ? ആ, അവിടെ ജഗന്റെ ഒരു ഭീഷണി നിൽപ്പുണ്ട്. അവനോട് പോവാൻ പറയടാ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം എടുക്കുന്നതിന് അവനെന്താ കുഴപ്പം? എല്ലാത്തിനും അവനെ പേടിച്ചിട്ട് കാര്യമില്ല. ഭാഗ്യത്തിന്റെ മോളെ അവളുടെ അമ്മായിയമ്മ തിരിച്ചു കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനി ആ വീടിന്റെ അകത്ത് അലമ്പൊട്ടാക്കാൻ നീ അവിടത്തെ സംബന്ധക്കാരനായേ പറ്റൂ. എന്റെ മനസ്സിൽ തറച്ച പെണ്ണാ ചാരു. അതുകൊണ്ട് എന്തായാലും ഞാൻ അവളെ നേടിയിരിക്കും. അച്ഛൻ പറഞ്ഞതുപോലെ അവിടെ ജഗന്റെ എതിർപ്പൊന്നും ഞാൻ വകവയ്ക്കുന്നില്ല. അവരെവിടെ? ജയലാലും ദീപയും? ദാ വരുന്നു. അമ്മയുടെ ഇളയ മോളും മൂത്ത മരുമോനും വന്നോന്ന് തിരക്കിയോ? നിന്റെ ഭർത്താവിന് വയറിന് നല്ല സുഖമില്ലാന്നല്ലേ പറഞ്ഞത്? എനിക്കും വയറിന് നല്ല സുഖമില്ല. പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്തോണ്ടാ വന്നിരുന്നേ.
പിന്നെ ഇവൾക്കൊപ്പം ഇരുന്ന് കഴിക്കുന്ന ഏർപ്പാടൊക്കെ നിർത്തിയിട്ട് കുറച്ച് ദിവസമായി ഞാനും ചാരും ഒക്കെ. അതുകൊണ്ട് എനിക്ക് വേണ്ട. ദേ, ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോവരുത്. മര്യാദക്കിരുന്ന് കഴിച്ചോളണം. എനിക്ക് വേണ്ടമ്മേ. ആ, വേണ്ടെങ്കിലേ നാളെ തന്നെ ഇവിടുന്ന് പ്രേമനെ വിളിച്ചോണ്ട് ഇറങ്ങിക്കോണം. ഇവിടെ എന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാത്തവർ ഈ വീട്ടിൽ വേണ്ട. എന്താ അമ്മേ അമ്മ ഇങ്ങനെ? ജയിലിൽ നിന്ന് വന്ന ശേഷം അമ്മയുടെ സ്വഭാവം പാടെ മാറി കേട്ടോ. ഇനി അങ്ങനെ പല മാറ്റങ്ങളും കാണേണ്ടി വരും ഇവിടെയുള്ളവര്. അതിഷ്ടപ്പെടാത്തവർക്ക് തിരികെ പോവാം. രാഗം, ചാരു ഒന്നും കഴിച്ചില്ല ഇതുവരെ. ഞങ്ങൾ പോയി വിളിച്ച അവള് വരില്ല. അറിയാലോ, അമ്മയെക്കാളും വാശി അവൾക്ക് ചില നേരത്ത്. ഈ കുടുംബത്തിന് ദോഷമായിട്ട് ഒരു കാര്യവും ഞാൻ ചിന്തിക്കില്ല, ചെയ്യില്ല. അതെല്ലാവരും മനസ്സിലാക്കിയാ നല്ലതാ. ഞാൻ ഇരിക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ വന്ന് കഴിച്ചോളാം. അതൊന്നും വേണ്ട. നീ ഈ വീടിന്റെ മരുമകളാ. അതുകൊണ്ട് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള അവകാശം നിനക്കും ഉണ്ട്. അമ്മ തന്നെയാണ് ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ സംശയത്തിന്റെ ഒരാവശ്യവുമില്ല. ഞാൻ വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ വീടിന് മുന്നോട്ട് പോവൂ. ദീപയെ ഞാൻ ഈ വീടിന് പുറത്താക്കിയാ നീ ഇവളെ കാണാതിരിക്കോ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരാതിരിക്കോ? അതില്ല. നിങ്ങളോടല്ല, അവനോടാ ഞാൻ ചോദിച്ചത്. നീ എന്താ ഒന്നും പറയാത്തത്? ദീപയെ പിരിയാൻ ഇനി എനിക്ക് പ്രയാസം ആണേ? പിന്നെ ഞാൻ ബലം പിടിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാ ഇവളെ ഞാൻ തിരികെ വിളിച്ചോണ്ട് വന്നത്. എന്നാ ഇതൊക്കെ ആദ്യമേ ആവായിരുന്നല്ലോ. അമ്മയ്ക്ക് ഏട്ടൻ ഇവളുടെ പിന്നാലെ പോകുന്നുള്ള പേടിയാ. അങ്ങനെ പോയിക്കഴിഞ്ഞാ വീട് നിശ്ചലമാവുമല്ലോ. അതെ, നിന്റെ ഭർത്താവ് ഇവിടെന്താ ചെലവിന് തരുന്നുണ്ടോ? ഇങ്ങേർക്ക് കിട്ടുന്ന പെൻഷൻ എന്തിനെങ്കിലും തികയോ? പിന്നെ എല്ലാവരും സുഭിക്ഷമായിട്ട് കഴിയുന്നെങ്കിൽ അത് ഇവന്റെ വരുമാനം കൊണ്ടാ. നിന്നെ കല്യാണം കഴിപ്പിച്ചതും നാളെ ചാരുവിനെ കല്യാണം കഴിപ്പിക്കുന്നതും ഇവൻ തന്നെയാ. അങ്ങനെയുള്ളപ്പോ മൂത്തവനെ പോലെ ഇവനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തായാലും ഇവളെ അമ്മ സ്നേഹിക്കുന്നുണ്ട്. ചാരു ഇനി ഭക്ഷണം കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവളെ കൊണ്ട് കഴിപ്പിക്കാൻ എനിക്കറിയാം. ഞാൻ എന്താ വരുന്നു. വെറുതെ ഉടക്കാൻ നിൽക്കണ്ട അമ്മേ. ഉടക്കൊന്നുമില്ല. പറയേണ്ട രീതിയിൽ സംസാരിച്ച ആരായാലും വരും. നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോ. അമ്മ വന്നിട്ട് കഴിക്കാം. നിനക്ക് തൃപ്തിയായല്ലോ മോളെ. എന്തൊക്കെയോ അമ്മ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അവളുടെ മനസ്സിൽ എന്താണെന്ന് പറഞ്ഞില്ലേ? ഇവൻ പണം കായ്ക്കുന്ന മരവാ. അങ്ങനെയുള്ള മരത്തിനെ ആരും വെട്ടിക്കളയാൻ പാടില്ല. അത്രേ ഉള്ളൂ. മോളെ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോള് വന്ന് ഭക്ഷണം കഴിക്കും. എനിക്ക് വേണ്ട. പച്ച വെള്ളം ഞാനിനി ഈ വീട്ടിൽ നിന്ന് കുടിക്കില്ല. പിന്നെ പട്ടിണി കിടന്ന് ചാവാൻ പോവാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അവളെ അമ്മ പോയി തിരികെ വിളിച്ചോണ്ട് വന്നില്ലേ? അവളെ സ്നേഹിക്കുന്നില്ലേ? അതെനിക്ക് കാണാൻ വയ്യ. ഞാനൊന്ന് ചോദിക്കട്ടെ, പിന്നെന്തിനാ മൂത്ത മരുമകളെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടത്? ഇവള് ചെയ്ത അത്രയും തെറ്റ് അവള് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അതേ മോളെ, ഇവള് ചെയ്തതുപോലെ തെറ്റ് ലോകത്താരും ചെയ്തിട്ടില്ല. അതറിയാവുന്ന അമ്മ പിന്നെ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വന്നെന്നാ ചോദിച്ചേ? അവള് കാരണം ജേട്ടൻ എന്റെ കരണ കടിച്ചു. എന്നെ പറയാന്നൊക്കെ പറഞ്ഞു. ഈ വീട്ടിലുള്ളവരെ തമ്മി തല്ലിക്കുന്ന ഒരുത്തിയെ അമ്മ പോയി വിളിച്ചോണ്ട് വന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കാണാതെ അമ്മ ഇങ്ങനൊരു സാഹസം കാണിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മോളൊന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന സമയത്ത് നിങ്ങളോടൊക്കെ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു ഡോക്ടർ ആവണമെന്ന്, അല്ലേ? പെൺമക്കളായില്ലെങ്കിലും
ആൺമക്കളിൽ ആരെങ്കിലും ഒരു ഡോക്ടർ ആവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എന്നിട്ട് ആർക്കെങ്കിലും അതിന് കഴിഞ്ഞോ? അതും ഇതുമായിട്ട് എന്താ ബന്ധം? ആ, ബന്ധമുണ്ട്. എന്റെ മക്കൾക്ക് ഡോക്ടർ ആവാൻ കഴിഞ്ഞില്ല. മരുമകനായിട്ട് ഒരുത്തൻ വന്നു. അവനാണെങ്കിലോ പാപ്പര്. നമ്മുടെ ചെലവിലാ കഴിയുന്നത്. എന്നാ പിന്നെ മക്കൾക്ക് കഴിയാത്തത് മരുമകന് കഴിയണം എന്ന് വെച്ചാ എന്റെ മോളെ കല്യാണം കഴിക്കുന്നവന്. മോളെ, ദീപയുടെ ആങ്ങള പഠിത്തമൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട്. അവൻ ഡോക്ടറായി കഴിഞ്ഞു. അവനെ എന്താ നമുക്ക് ഈ വീടിന്റെ മരുമകനാക്കിക്കൂടെ? നിന്റെ ഭർത്താവ് ഒരു ഡോക്ടറാണെന്ന് പറയുന്നത് അന്തസ്സാണോ കുറച്ചിലാണോ മോളെ? എന്താ ദേഷ്യമൊക്കെ മാറിയോ? അല്ല, അതിപ്പോ അയാൾക്ക് എന്നെ ഇഷ്ടപ്പെടൂ? ഇഷ്ടപ്പെടണം. വഴിപിഴച്ച ഒരുത്തിയെ ഈ വീടിന്റെ മരുമകളാക്കിയതിന് ഞാനിടുന്ന വിലയാത്. അവൻ ഈ വീടിന്റെ മരുമകനായി വരണം. എന്റെ മോളെ കെട്ടിയതൊരു ഡോക്ടറാണെന്ന് എനിക്ക് എല്ലാവരോടും പറയണം. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഈ മാറ്റം നല്ല മാറ്റം തന്നെയാ. എന്റെ മോളെ, എന്റെ 4 മക്കളില് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയും ജയനെയുമാണ്. ഏറ്റവും ഇളയ മകളെന്ന നിലയില് ഒരു പിടി സ്നേഹം കൂടുതല് നിന്നോടാ. അതുകൊണ്ട് നിനക്കൊരു നല്ല ബന്ധം കിട്ടണമെന്നാ അമ്മയുടെ ആഗ്രഹം. എന്തായാലും ഒരു ഡോക്ടറെ തേടി പിടിക്കാൻ വലിയ പ്രയാസമാ. ഇനി അങ്ങനെ തേടി പിടിച്ചാലോ 70 പൊന്നും പണവും കൊടുക്കണം. ഇതാവുമ്പം ചുളിവിനങ്ങ് കാര്യം നടക്കും. അതെ, നന്നായി പഠിക്കുന്ന പയ്യനാ. അതുകൊണ്ടല്ലേ എൻട്രൻസ് ഒക്കെ എഴുതി പാസ്സായത്. ഇനി വന്നിരുന്ന് ആഹാരം കഴിക്കാവോ? സന്തോഷായോ മോക്ക്? ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? ദേ, ഇനി അവളോട് ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കരുത്. അവളെ പരമാവധി സോപ്പിട്ട് പതപ്പിച്ചങ്ങ് നിന്നോണം. മനസ്സിലായല്ലോ? അവള് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കുകയില്ല. ഈ കല്യാണം നടന്നു കഴിഞ്ഞ വീണ്ടും പഴയ പടിയായിരിക്കും അവളുടെ ഈ വീട്ടിലെ ജീവിതം. മോള് ദിലീപിന്റെ ഭാര്യയായിട്ട് പോയി കഴിഞ്ഞാ പിന്നെ പയ്യെ പയ്യെ ഞാൻ വിചാരണ തുടങ്ങും. അവള് ചെയ്തത് ഓരോന്നായിട്ട് ഞാൻ വലിച്ചു പുറത്തിടും. ആ, എന്നാലും അവളുടെ ആങ്ങള മോളുടെ ഭർത്താവായതുകൊണ്ട് അവളെ ഞാനിവിടുന്ന് ചവിട്ടി പുറത്താക്കുമൊന്നുമില്ല. പകരം ഒരു ജോലിക്കാരിയുടെ വില പോലും നൽകാതെ അവളെ ഞാനിവിടെ നിലനിർത്തും. ആ, മോള് വാ. ഞാൻ നിന്നെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതിന് മുന്നേ നീ ഇങ്ങോട്ട് വിളിച്ചു. അതാണ് നമ്മുടെ മനസ്സുകൾ തമ്മിലുള്ള മനപ്പൊരുത്തം. അവിടെ എങ്ങനെ പോകുന്നടാ? ഇവിടെ മൊത്തം പ്രശ്നമാണ് മോളെ. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം കൂടിക്കൂടി വരിക. ആണോ? എനിക്ക് അമ്മയോടൊപ്പമുള്ള ജീവിതം കുറച്ച് മടുപ്പായിട്ടുണ്ട്. ഒരു വീടെടുത്തപ്പോ വലിയ സൗകര്യമുള്ള വീടൊന്നുമല്ല എടുത്തത്. എന്നാ അച്ഛൻ താമസിക്കുന്നത് അടിപൊളി വീട്ടില. എന്നാ പിന്നെ നിനക്ക് അച്ഛനൊപ്പം പോയി നിന്നൂടെ? അങ്ങനെ നിൽക്കാൻ പറ്റുമോ? അത് അമ്മയ്ക്ക് ഫീലിങ്സ് ആവില്ലേ? അങ്ങനൊന്നും ഇല്ലെന്നേ. അമ്മ അച്ഛൻ്റെ ഒക്കെ ഒന്നല്ലേ. നീ അച്ഛനൊപ്പം നിൽക്കുമ്പോ അവർക്ക് ഒന്നിക്കാൻ തോന്നും. ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുത്താലല്ലേ ഫാമിലി നന്നായിട്ട് പോവൂ. ഏയ്, ഇനി അവരെ ഒന്നിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെ, നിനക്ക് അവിടെ കല്യാണ ആലോചനകളൊക്കെ വരുന്നുണ്ടോ? ഡോക്ടർ ആയതുകൊണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ടാവും അല്ലേ? ഞാനിപ്പോ ഒരു സീനിയർ ഡോക്ടറുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ആ സമയത്ത് കല്യാണത്തെ പറ്റിയൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്നാൽ എനിക്കിവിടെ ഇഷ്ടംപോലെ പ്രപ്പോസൽ വരുന്നുണ്ട്. നീ ആർക്കെങ്കിലും കൈ കൊടുത്തോ? നീ പറഞ്ഞ ഞാൻ കൊടുക്കാം. എന്നാ കൊടുത്തോ? നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെയും പോകില്ലടാ. ഏതായാലും നിന്നെ അവിടെ ആരെങ്കിലും കൊത്തിക്കൊണ്ടു പോകാൻ വന്നാ ഞാൻ കാര്യം സീരിയസ് ആയിട്ട് എടുക്കും. എനിക്കും നിനക്കും പ്രായം ഏതാണ്ട് ഒരുപോലെയാ. പക്ഷെ പെൺകുട്ടികൾക്ക് എന്റെ പ്രായം കല്യാണ പ്രായമാ. പിന്നെ ഒറ്റ മോളായതുകൊണ്ട് മമ്മിയും ഡാഡിയും നിർബന്ധിച്ചോണ്ടിരിക്കുവാ. നമുക്കുടനെ അതിലൊരു തീരുമാനത്തിലെത്താം. നിന്റെ വിളി ഇപ്പൊ കുറവാണ് കേട്ടോ. തിരക്കാ മോളെ, നിനക്ക് ഇങ്ങോട്ടും വിളിക്കാമല്ലോ. നീ ഇന്ന് എന്നെ വിളിക്കുവോ? ഉറപ്പായിട്ടും. ഞാൻ ആഹാരമൊക്കെ കഴിച്ച്
ഒന്ന് സ്വസ്ഥമായിട്ട് രാത്രി ഒരു 10 മണി കഴിയുമ്പോൾ വിളിക്കാം. എന്നിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ കണ്ട് സംസാരിക്കാം. ഓക്കെ? ഓക്കെ.